കേരള കോൺഗ്രസ് എം നേതാവ് സ്റ്റീഫൻ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. നിർത്തിയിട്ട ഇന്നോവ കാറിൽ ബസ് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇന്നലെയാണ് ഈ അപകടമുണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഈ ഇന്നോവ നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം, അത് റോഡിൽ തന്നെയായിരുന്നു ആ വാഹനം നിർത്തിയിട്ടിരുന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ടോബി? ഉന്മേഷ്, ഇന്നലെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കടുത്തുരുത്തി ടൗണിൽ വെച്ച് തന്നെയായിരുന്നു അപകടമുണ്ടായത്. വാഹനത്തിന്റെ പിന്നിൽ, അതായത് സ്റ്റീഫൻ ജോർജ് സഞ്ചരിക്കുന്ന ഇന്നോവ കാറാണ്, അതിന്റെ പിന്നിൽ വന്ന് ഈ ബസ് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ആ കാറ് മുന്നോട്ട് ഉരുണ്ടുപോകുന്നതും കാണാം. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്റ്റീഫൻ ജോർജ് ആ വാഹനത്തിലേക്ക് കയറി പിൻസീറ്റിലാണ് ഇരുന്നത്. ഡ്രൈവർ അപ്പോൾ ന്യൂട്രലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ആ വാഹനം മുന്നോട്ട് എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ബസ് വന്ന് ഇടിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ വാഹനം വഴിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന്റെ പിന്നിലേക്ക് വന്ന് ബസ് ഇടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എതിർവശം 2 കാറുകൾ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബസ്സിന് ഇന്നോവ കാറിനെ മറികടന്ന് മുൻവശത്തേക്ക് കയറിപ്പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ പിന്നിൽ വന്ന് ഈ കാറിന്റെ പിന്നിൽ വന്ന് ആ ബസ് ഇടിച്ചതാണോ, പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്ന ബസ് വന്ന് ഇടിച്ചതാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ഇറങ്ങി ഓടിയതായിട്ടുള്ള വിവരം നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ സ്റ്റീഫൻ ജോർജിന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട്. സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ലെങ്കിൽ പോലും ഇടിയുടെ ആഘാതത്തിൽ ശരീരത്തിന് വലിയ വേദനകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർക്കും ചില പരിക്കുകളൊക്കെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വഴിയരികിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ പിന്നിൽ വന്ന് ഈ ബസ് ഇടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാർ കടന്നിരുന്നത് റോഡിൽ തന്നെയാണ്, റോഡിന്റെ ഒരു സൈഡിലായിട്ടാണ് കടന്നിരുന്നത്. പക്ഷേ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന് വേണ്ടി ന്യൂട്രൽ ഇട്ടത് കൊണ്ടാണ് വാഹനം ഇടിയുടെ ആഘാതത്തിൽ കാറ് മുന്നോട്ട് ഉരുണ്ടുപോയത്. ആ സമയത്ത് വാഹനത്തിനുള്ളിൽ ഡ്രൈവറും സ്റ്റീഫൻ ജോർജും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉന്മേഷ്, ശരി, ഇന്നലെയാണ് ഈ അപകടം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റോഡിൽ തന്നെയാണ് ആ വാഹനം കിടക്കുന്നത്. പക്ഷേ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാനുള്ള ശ്രമമായിരുന്നു. അതിനിടയിലാണ് ഈ സ്വകാര്യ ബസ് വന്ന് ഇന്നോവയുടെ പിന്നിലിടിക്കുന്നതും ഇന്നോവ മുന്നോട്ടേക്ക് ഉരുണ്ടുപോകുന്നതും. ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.